തിരുവല്ലയിലെ വിവാദ ബാങ്കറായ എൻ.എം. രാജുവിൽ നിന്നും 2 കോടി വാങ്ങി കബളിപ്പിച്ചെന്ന ആരോപണത്തിൽ ആന്റോ ആന്റണി എംപിക്കെതിരെ വിജിലൻസിൽ പരാതി. പണമിടപാട് ആരോപണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് പരാതി നൽകിയത്. എൻ.എം. രാജുവിനെതിരെയും കേസെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നു. ആന്റോ ആന്റണി എം പി തെരഞ്ഞെടുപ്പ് കാലത്ത് 2 കോടി രൂപ വായ്പ വാങ്ങി തിരികെ നൽകാതെ കബളിപ്പിച്ചെന്ന ആരോപണവുമായിട്ടാണ് തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ എൻ.എം. രാജു രംഗത്തെത്തിയത്. ഈ വിഷയത്തിലാണ് കേരള വിജിലൻസിൽ സുപ്രീംകോടതി അഭിഭാഷകൻ പരാതി നൽകിയത്. എൻ.എം. രാജുവിനെതിരെയും കേസെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. തന്ത്രി കണ്ഠരര് രാജീവര് തന്റെ ബാങ്കിൽ പണം നിക്ഷേപിച്ചിരുന്നെന്ന CPM ആരോപണം നിഷേധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു രാജുവിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം തെരഞ്ഞെടുപ്പ് സംഭാവനയായി വാങ്ങിയ പണം തിരികെ നൽകിയെന്ന് പറഞ്ഞ ആന്റോ കണക്ക് പുറത്തുവിടാൻ തയ്യാറായില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 കോടി രൂപ ആന്റോ ആന്റണി വായ്പയായി കൈപ്പറ്റിയെന്നും ബാങ്ക് പൊളിഞ്ഞ കാലത്ത് പണം തിരികെ ചോദിച്ചപ്പോൾ 20 ലക്ഷം മാത്രമാണ് തിരികെ നൽകിയതെന്നും എൻ.എം. രാജു പറയുന്നു. പണം സംഭാവനയായി വാങ്ങിയെന്ന് സമ്മതിക്കുന്ന ആന്റോ അത് തിരികെ നൽകിയെന്ന് മാത്രം ആവർത്തിക്കുന്നു. കണക്ക് ചോദിക്കരുത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എല്ലാ കണക്കും ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ ആന്റോ ആന്റണി എൻ.എം. രാജു നിയമപരമായി നീങ്ങട്ടെ എന്ന നിലപാടിലാണ്. EDയുടേതുൾപ്പെടെ റഡാറിലുള്ള സ്ഥാപനമാണ് നിക്ഷേപ തട്ടിപ്പിൽ പൊളിഞ്ഞ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്. സംസ്ഥാനമൊട്ടാകെ ഈ സ്ഥാപനത്തിനെതിരെ കേസുകളുമുണ്ട്. ജനം, ഡൽഹി.